സൂര്യനാഥ പറയുന്നത് ദശവായുക്കൾ, ദശനാഡികൾ പ്രവർത്തനം, ശരീരം 96 തത്വത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മിൽ. അതിന് തമിഴിലിരുന്ന് ആ വാക്കുകളെ എടുത്ത് മലയാളിയായി പറയുന്നത് ശരീര അവയവങ്ങളെ. ഇതിൽ 5 അവസ്ഥ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുക. 4 അവസ്ഥ മതി. അത് ജാഗ്രത, സ്വൽപ്പനം, സുഷുപ്തി, തുരീയം, തുര്യാതീതം. 46 തത്വത്തിൽ പ്രവർത്തിക്കുന്നത്. ജാഗ്രത നനയ്ക്കുന്നത്, ചിന്തിക്കുന്നത്. അതിന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പഞ്ചേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, ദശവായുക്കൾ 10, അന്ധകരണം 4, പുരുടൻ 1. ദശവായുക്കൾ പറഞ്ഞു. അന്ധകരണം അറിയാം, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. കർമ്മേന്ദ്രിയം ശരീരത്തിലുള്ളത്. പഞ്ചേന്ദ്രിയം അറിയാം. പുരുടൻ ദശവായുക്കളിൽ പറഞ്ഞത്. ദശനാഡി തുടിപ്പിൽ പറയുന്നത് പുരുടൻ വലത് കണ്ണിൻ്റെ കണ്ണിൽ പ്രവർത്തിക്കുന്നു. ഈ 5 തത്വങ്ങളും ചേർന്നാണ് നമുക്ക് ചിന്തിക്കുവാൻ പ്രവർത്തിക്കുന്നത്. സ്വൽപ്പനം അത് കിനാവ് കാണുന്നതിന്. ചങ്കിൽ ദശവായുക്കൾ തങ്ങി നിൽക്കുന്നത്. അന്ധകരണം ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം 4 ചേർന്ന് അതിനോട് പുരുടൻ. അങ്ങനെ 15 പ്രവർത്തനം. സ്വൽപ്പനം കാണുന്നതിൻ്റെ ഗുണത്തിന്. ഉറങ്ങിക്കഴിഞ്ഞ് സ്വൽപ്പനം കാണുകയുള്ളൂ. സുഷുപ്തി അത് ഉറക്കം, നെഞ്ചിച്ചൂട്. അന്ധകരണമായ 4 സാധനങ്ങൾ സ്വയം മറന്ന് ഉറക്കം. ശരീരത്തിന് ക്ഷീണം മാറ്റം, ചിന്താഗതി പലതും. പുരുടൻ അയാളും കൂടി ചേർന്ന് പ്രവർത്തിക്കും. അങ്ങനെ 5 തത്വങ്ങൾ. ദുരിതം ഭയങ്കര ഉറക്കം. അത് സങ്കടം കൊണ്ട് ഉറങ്ങുന്ന ആളുണ്ട്, ലഹരി കൊണ്ട്, ക്ഷീണം കൊണ്ട്. അതിൽ അപ്പോൾ പൊക്കിളിനോട് ചേർന്ന് പുരുടൻ മാത്രം നിൽക്കും. അപ്പോഴവിടെ ഇറങ്ങിയില്ല. അതിൻ്റെ ശക്തി അതിൻ്റെ ഉള്ളിൽ. ആ ഞരമ്പ്, ഓരോന്നിനും ഞരമ്പ് നാഡികളുണ്ട്. അതിൽ കൂടി ഇറങ്ങി നിൽക്കുന്നതിൽ നാം ഉറങ്ങുന്നത്. ഈ 96 തത്വ ശരീരത്തിനോട് പുരുടനാണ്, ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് നിൽക്കുന്നത്. തുര്യാതീതം ഇത് 4 അവസ്ഥ കഴിഞ്ഞ് 5-ാം അവസ്ഥ. ഈ 5-ാം അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശരീര അവയവങ്ങളെ സിദ്ധന്മാരുകൾ ഓരോരോ കൂറായി പറഞ്ഞ് അതിനെ ആവാഹിച്ച് പ്രാണായാമ ചൂടിൽ കൂടി ആവാഹിച്ച് എടുക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ശബ്ദത്തിന് കാരണം 7 പ്രവൃത്തിയുണ്ട്. അതിനെ ശബ്ദധാതുക്കൾ എന്ന് പറയും. അത് രസം ശരീരത്തിൽ കോരോശന, രക്തം 2, എല്ല് 3, തോല് 4, ഛത 5, ധാതു 6, മൂള 7,
സ്വരങ്ങൾ 7 എന്നും പറയുന്നുണ്ട്. ഇതിനെ വച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 7 സാധനം ഉണ്ടെങ്കിലേ ശബ്ദങ്ങൾക്ക് പറയുവാൻ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സ്വരം മാറണം ഭക്തി നേടുവാൻ. ശരീരതത്വങ്ങളെ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് പുറമെ ഇതുപോലെ ലോകത്ത് ആരും പറയുവാൻ ഇല്ല.